എന്നെ ജയിലിലാക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടവർ അവരല്ലേ അവസാനം ജയിലിൽ പോയത്? പണ്ടത്തെ പടച്ചോന് പിന്നെ പിന്നെയായിരുന്നു, ഇപ്പോഴത്തെ പടച്ചോൻ അപ്പോഴേക്കപ്പോഴാണ്. സ്വർണ്ണ ബിസിനസ് നടത്തിയ ആളുകളെ പറ്റിച്ചു എന്നുള്ളതിന്റെ പേരിലല്ലേ മുസ്ലിം ലീഗിന്റെ നേതാവ് MC ഖമറുദ്ദീൻ MLA ജയിലിലടക്കപ്പെട്ടത്? ഇന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു പോയതല്ല അദ്ദേഹം. അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുത്തു പോയതല്ല MC ഖമറുദ്ദീൻ. പൗരത്വ ഭേദഗതിക്കെതിരായി രാജ്യത്ത് നടന്ന പോരാട്ടങ്ങളിൽ നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. അക്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലായതല്ല UDF-ന്റെ നേതാവ്. ആളുകളെ പറ്റിച്ചു, വഞ്ചിച്ചു എന്ന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിടിച്ച് കൂട്ടിലിട്ടതാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് അറസ്റ്റ് എന്നാണ് ലീഗ് പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമായിരുന്നു അറസ്റ്റ് എങ്കിൽ, ആ അറസ്റ്റിൽ സത്യസന്ധതയോ വസ്തുതയോ ഇല്ലായിരുന്നു എങ്കിൽ കോടതി ഇടപെടുമായിരുന്നു, കോടതി ജാമ്യം കൊടുക്കുമായിരുന്നു. എന്തേ കോടതി ജാമ്യം കൊടുക്കാതിരുന്നത്? എത്ര ദിവസമായി, ആഴ്ചയായി മുസ്ലിം ലീഗിന്റെ ഒരു MLA കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ടിട്ട്. ലീഗിന്റെ മറ്റൊരു നേതാവ് ഇബ്രാഹിം കുഞ്ഞ്, മുൻ മന്ത്രി, പാലാരിവട്ടം പാലം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതിനല്ലേ കൂട്ടിലടക്കപ്പെട്ടത്? ചികിത്സ തേടിയ ആശുപത്രിയെ ജയിലാക്കി മാറ്റിയില്ലേ? കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? മറ്റൊരു ലീഗ് നേതാവ്, UDF നേതാവ്, ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാവ്, അനധികൃത സമ്പാദ്യത്തിന്റെ പേരിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മണിമാളിക പണിതതിന്റെ പേരിൽ ജയിലിലേക്കുള്ള വഴിയിലല്ലേ? +2 അനുവദിക്കുന്നതിന് തന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജ്മെന്റിൽ നിന്ന് ലക്ഷങ്ങൾ കോഴ വാങ്ങി എന്നുള്ളതിന്റെ പേരിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ ആരെങ്കിലും അങ്ങനെ അന്വേഷണത്തെ നേരിടുന്നുണ്ടോ? അന്വേഷിച്ചില്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ? എന്നിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി സാധിച്ചോ? ഒന്നും കണ്ടെത്താൻ ആർക്കും കഴിയില്ല കൂട്ടരെ. നിങ്ങളുടെ ജനപ്രതിനിധി, നിങ്ങളുടെ ഇടതുപക്ഷ ജനപ്രതിനിധികൾ ഒരിക്കലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല. ഇടതുപക്ഷത്തിന്റെയോ CPIM-ന്റെയോ ഒരു പഞ്ചായത്ത് മെമ്പർ ഇത്യാദി വഞ്ചനാ കേസുകളിൽ, ആളെപ്പറ്റിച്ച കേസിൽ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ടോ? ലീഗിന്റെ മുതിർന്ന നേതാക്കൾ, ഞാൻ ഓർക്കുന്നു മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ. 1967 സഖാവ് EMS-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ 2 മന്ത്രിമാരായി മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയ സാഹിബും മുഹമ്മദ് ഗുരിക്കളും. ആ മന്ത്രിപദം ഏറ്റെടുത്ത ഉടനെയാണ് വടകരയിൽ ഒരു മഹാസമ്മേളനത്തിൽ അവർക്ക് സ്വീകരണം നൽകപ്പെട്ടത്. അന്ന് CH ആയിരക്കണക്കിന് വരുന്ന തന്റെ പാർട്ടി അനുയായികളെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചു, ഞങ്ങളെക്കുറിച്ച് കഴിവുകെട്ടവർ എന്ന് നിങ്ങൾ നാളെ പറഞ്ഞു കേട്ടേക്കാം, ഞങ്ങളെക്കുറിച്ച് പ്രാപ്തിയില്ലാത്തവർ എന്ന് ഒരുപക്ഷെ കാലം വിധി എഴുതിയേക്കാം, എന്നാൽ ഞങ്ങളെക്കുറിച്ച് ഒരിക്കലും അഴിമതിക്കാരെന്നോ ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും പണമുണ്ടാക്കിയവരെന്നോ ആരും പറഞ്ഞു കേൾക്കേണ്ടി വരില്ല. ആ ഉറപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. CH-ന്റെ ആ ഉറപ്പല്ലേ CH-ന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് ലംഘിച്ചത്? നേതാക്കന്മാർ നിരനിരയായി ജയിലിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായത്? പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷമാണ് ഹൃദയപക്ഷവും ഈ നാടിന്റെ ജനകീയ ആവശ്യങ്ങളുടെ കൂടെ നിൽക്കുന്ന പക്ഷവും. ആ പക്ഷത്തെയാണ് നിങ്ങൾ വിജയിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രയാസം വന്നപ്പോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ, നിങ്ങൾക്ക് കഷ്ടപ്പാടിന്റെയും വറുതിയുടെയും ദിനങ്ങൾ സമാഗതമായപ്പോ ഒരു കൈലേസുമായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സാന്ത്വനത്തിന്റെ, ആശ്വാസത്തിന്റെ സ്പർശമായി പിണറായി ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കാലത്തെ ചുവരെഴുത്ത് മനസ്സിലാക്കി പ്രവർത്തിച്ചു, ഉയർന്നും ഉണർന്നു. ഇടതുപക്ഷ ഭരണം നമുക്ക് നിലനിർത്തണം. അത് നിലനിർത്താനുള്ള നിങ്ങളുടെ ശക്തമായിട്ടുള്ള തീരുമാനത്തിന്റെ ആദ്യത്തെ അടയാളമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്ന വോട്ട്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രേഖപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തവനൂർ ഗ്രാമപഞ്ചായത്ത്